പ്രോപ്പർട്ടീസ് ഓഫ് പെർമ്യൂട്ടേഷൻസ് കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ. നമ്മുടെ തിയറം 5.1 ആണ് ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നോട്ട് ഇട്ടതിനകത്തില് ലാസ്റ്റിലത്തെ തിയറം ആയിരുന്നു ഇത്, ഞാൻ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ നമുക്കത് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് പെർമ്യൂട്ടേഷൻസ്, തിയറം 5.1, പ്രോഡക്ട്സ് ഓഫ് ഡിസ്ജോയിന്റ് സൈക്കിൾസ്. Every permutation of a finite set can be written as a cycle or as a product of disjoint cycles. എന്താണ് എവറി പെർമ്യൂട്ടേഷൻ ഓഫ് എ ഫൈനൈറ്റ് സെറ്റ്? ഇപ്പൊ ഒരു ഫൈനൈറ്റ് സെറ്റ് ഉണ്ട്, അതിൽ ഏത് പെർമ്യൂട്ടേഷൻസ് എടുത്താലും അതിൽ നമുക്ക് ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മുടെ തിയറം 5.1 പറയുന്നത്. അപ്പം ഈ ഡിസ്ജോയിന്റ് സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം 1 2 3 4 5 എന്ന് പറയുന്ന ഒരു ഇത്ര എലമെന്റ്സ് ഉള്ള ഒരു ഫൈനൈറ്റ് സെറ്റ്. എന്റെ സെറ്റിൽ 1 2 3 4 5 ഇത്ര എലമെന്റ്സ് ആ ഉള്ളത്, ഫൈനൈറ്റ് സെറ്റ് ആണ്. അപ്പൊ അതിൽ ഒരു പെർമ്യൂട്ടേഷന്റെ സൈക്കിൾ ഞാൻ പറയാം. 1 2 അതൊരു സൈക്കിള്, 3 4 മറ്റൊരു സൈക്കിള്, 5 ഒറ്റയ്ക്ക് ഒരു സൈക്കിള്, 3 സൈക്കിളായിട്ടാണ് ഞാൻ എഴുതുന്നതെങ്കിൽ ഇത് ഡിസ്ജോയിന്റ് സൈക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് വരുന്ന ഒരു ലെറ്റർ വേറൊരിടത്ത് വരത്തില്ല. അതാണ് ഈ ഡിസ്ജോയിന്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇപ്പൊ എ ബി ഇൻറ്റു സി ഡി എന്ന് വരാം, പക്ഷെ എ ബി ഇൻറ്റു എ സി എന്ന് വരത്തില്ല. ഓക്കെ, ഇപ്പൊ ഏതൊരു പെർമ്യൂട്ടേഷൻ ഉണ്ടെങ്കിലും ഒരു ഫൈനൈറ്റ് സെറ്റിന്റെ ഏതൊരു പെർമ്യൂട്ടേഷൻ എടുത്താലും നമുക്ക് അതിനെ പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിന്റ് സൈക്കിൾസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ തിയറം പറയുന്നത്. അപ്പൊ നമുക്കത് പ്രൂവ് ചെയ്യാം. പ്രൂഫ്: let alpha be a permutation on capital A is equal to 1 2 etc up to n. അപ്പൊ ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ സെറ്റ് എയ്ക്കകത്തിലുള്ള ഒരു പെർമ്യൂട്ടേഷൻ ആണ് ആൽഫ എന്ന് പറയുന്നത്. എയിലെ എലമെന്റ്സ് കണ്ടല്ലോ, 1 മുതൽ n വരെയാണ്. To write alpha in disjoint cycle form, we start by choosing any member of A. ഇപ്പം ഒരു ഫൈനൈറ്റ് സെറ്റ് നമ്മൾ എടുത്തു, അതിലെ ഒരു പെർമ്യൂട്ടേഷൻ, ഏതോ ഒരു പെർമ്യൂട്ടേഷൻ, ഈ ആൽഫയെ നമ്മൾ ഒരു പെർമ്യൂട്ടേഷൻ ആൽഫ എന്ന് വിളിക്കുന്നു. ആൽഫയെ ഈ പറഞ്ഞ പോലെ ഡിസ്ജോയിന്റ് സൈക്കിൾസ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ കാണിക്കും. ഓക്കെ, അതിനു വേണ്ടിയിട്ട് എയിലെ ഒരു മെമ്പർ നമ്മൾ എടുക്കുകയാണ്. എയുടെ പെർമ്യൂട്ടേഷൻ ആണല്ലോ ആൽഫ, അപ്പൊ എയിലെ തന്നെ ഒരു മെമ്പർ നമ്മൾ ചൂസ് ചെയ്യുന്നു, A1 ചൂസ് ചെയ്യുന്നു. ആൻഡ് ലെറ്റ് ആൽഫ 2 is equal to ആൽഫ f A1. അപ്പൊ പെർമ്യൂട്ടേഷൻ ആകുമ്പോൾ എന്താണ്, 1 1 on to functions ആ അല്ലെ, 1 1 on to function ഫ്രം എ ടു എ ആണ് നമ്മുടെ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ 1 2 up to n ഈ ഓരോ ലെറ്ററിനെയും ഇതിലേക്ക് തന്നെ നമ്മൾ മാപ്പ് ചെയ്യും. ഇപ്പൊ 1ന്റെ ഏതെങ്കിലും ഒരു 3, 2ന്റെ ഏതെങ്കിലും ഒരു 5, അങ്ങനെ അങ്ങനെ വരും. 1 1 on to ആവുന്ന രീതിയിലാണ് നമ്മൾ അത് മാപ്പ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ A1 നമ്മൾ ഏത് വേണേലും ആയിക്കോട്ടെ, A1 ഒരു നമ്പർ നമ്മൾ ഈ 1 മുതൽ n വരെ ഉള്ളതിനകത്തുനിന്ന് ചൂസ് ചെയ്തു. എന്നിട്ട് അതിന്റെ ഇമേജ് അണ്ടർ ആൽഫയാണ് നമ്മൾ ഈ പെർമ്യൂട്ടേഷനിലെ A1ന്റെ ഇമേജിനെ ആൽഫ 2 എന്ന് വിളിക്കുന്നു. ആൽഫ ഓഫ് A1 നമ്മൾ ആൽഫ 2 എന്ന് വിളിക്കും. പിന്നെ ഇനി നോക്കേണ്ടത് എന്താണെന്ന് അറിയോ, ഇനി ഈ പറഞ്ഞതിന്റെ വീണ്ടും ഒന്നുകൂടി ഇമേജ് എടുക്കുക. അതായത് ഇപ്പൊ 1നെ 2ലേക്ക് മാപ്പ് ചെയ്തു, മനസ്സിലായി? നമ്മുടെ പെർമ്യൂട്ടേഷൻ അതിൽ 1 2ലേക്ക്, 2 3ലേക്ക്, 4 5ലേക്ക്, അങ്ങനെ 2 3ലേക്ക്, 3 4ലേക്ക്, അങ്ങനെയാണെങ്കിൽ നമ്മൾ 1 ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ 1 2ലേക്ക്, അപ്പൊ ആൽഫ 2 എന്ന് പറയുന്നതാണ് നമ്മുടെ 2. പിന്നെ ആൽഫ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഏതിലേക്ക് മാപ്പ് ചെയ്ത് നോക്കും, പിന്നെ അത് പിന്നെ ഇതിലേക്ക് മാപ്പ് ചെയ്ത് നോക്കും. അതെല്ലാമാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ആൽഫ 2 is equal to ആൽഫ എഫ് A1, ആൽഫ 3 is equal to ആൽഫ എഫ് A1 equal to ആൽഫ സ്ക്വയർ ഓഫ് A1 എഴുതാമല്ലോ, ആൻഡ് സോ ഓൺ അൺടിൽ. ഇപ്പൊ ഇങ്ങനെ പോയിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ എത്താതിരുന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, നമുക്കിങ്ങനെ ഓരോ പ്രാവശ്യവും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊരു ഇൻഫിനിറ്റി സെറ്റ് ആയി പോകത്തില്ലേ. നമ്മുടെ കയ്യിലുള്ള ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ ഇമേജ് എടുത്ത് ഇപ്പം നമ്മൾ പെർമ്യൂട്ടേഷൻ ആണ് നോക്കും, 1 2ലേക്ക് മാപ്പ് ചെയ്തു, പിന്നെ അല്ലെ 1 2ലേക്ക് തന്നെ ആവണമെന്നില്ല, ഏത് വേണേലും. അപ്പൊ എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ് 1 2ലേക്ക്. 1 2ലേക്ക് മാപ്പ് ചെയ്യുന്നു, 2 3ലേക്ക് മാപ്പ് ചെയ്തു, 3 4ലേക്ക്, അങ്ങനെ ഈ രീതിയിലാണെങ്കിൽ n എത്തുമ്പോഴത്തേന് അത് എന്തിലേക്ക് മാപ്പ് ചെയ്യും, n വരെ ആകുമ്പോഴത്തേന് പിന്നെ അത് 1ലേക്ക് തന്നെ മാപ്പ് ചെയ്യും. അപ്പൊ ഇതല്ലാതെ വേറെ ഏത് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വരും. അപ്പോ until we arrive at A1 is equal to alpha raised to m of A1
ഫോർ സം എം. അപ്പൊ ഇത് ഞാനിപ്പോ മുമ്പേ പറഞ്ഞ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ ഒരു പ്രാവശ്യം ഈ ഇമേജ് എടുത്തപ്പോഴത്തേന് ഫുൾ ലെറ്റേഴ്സും കിട്ടുന്ന രീതിയിലുള്ളതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ. എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല, പല പല പെർമ്യൂട്ടേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈക്കിൾ വരുമായിരിക്കും 1 2ലേക്ക് 2 3ലേക്ക്, വീണ്ടും 3 1ലേക്കാണെങ്കിൽ നമുക്ക് ഈ അത്രയും വരെ അവിടെ കൊണ്ട് നിർത്തേണ്ടി വരും, മനസ്സിലായോ? ആൻഡ് സോ ഓൺ until we arrive at a1 is equal to alpha raised to m of a1 for some m. We know that such an m exists because the sequence a1 alpha of a1 alpha square of a1 comma etc must be finite. അതാണ് ഇപ്പൊ പറഞ്ഞത്. നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ 1 2ലേക്ക് 2 3ലേക്ക് 3 വീണ്ടും 1ലേക്ക്, അങ്ങനെ വീണ്ടും, അതായത് വീണ്ടും ആ പഴയ സെറ്റിൽ തന്നെ എത്തണം. അല്ലാതെ ഇങ്ങനെ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ 2 3ലേക്ക് ഇങ്ങനെ 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 പോയി എന്ത് ചെയ്യാതെ പോകത്തില്ല, കാരണം ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ്. സോ ഇപ്പൊ നമുക്ക് a1 alpha of a1 alpha square of a1 ഇതെല്ലാം ഫൈനൈറ്റ് ആയി പറ്റുള്ളൂ. therefore there must be a repetition. ഇപ്പൊ ഇങ്ങനെ എടുക്കുന്നതിനകത്തില് ഏതെങ്കിലും ഒരിടത്ത് ഒരു റെപ്പറ്റീഷൻ വരണം, കാരണം ഇത് ഫൈനൈറ്റ് സെറ്റ് ആണ്. നമ്മളിങ്ങനെ ഫംഗ്ഷൻസിന്റെ ഫംഗ്ഷൻ ആണ്, പെർമുട്ടേഷൻസ് ഫംഗ്ഷൻ ആണ്. ഇമേജ് എടുത്ത് ഓരോ പ്രാവശ്യം എയുടെ ഇമേജ് a1ന്റെ ഇമേജ് ആൽഫ ഓഫ് a1, വീണ്ടും അതിന്റെ ഇമേജ് എടുത്തു. ഇതിലെ തന്നെ നമ്പർ ആണല്ലോ, എയിലെ തന്നെ നമ്പർ ആണല്ലോ ഈ ഇമേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് must be finite. therefore there must be a repetition. അപ്പൊ ഇത് ഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒക്കെ ആവർത്തിച്ചു വരുന്നു. ആ ആവർത്തിച്ചു വരുന്ന alpha raised to I of a1 is equal to alpha raised to j of a1. okay, for some I and j with I less than j. implies അപ്പോ ആൽഫ റേസ് ടു ജെ ഇതിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോവാം. I മൈനസ് ജെ എന്നോ ജെ മൈനസ് എന്ന് എന്ത് വേണേലും എഴുതാം. ടെക്സ്റ്റില് ജെ മൈനസ് എ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതുകയാണ്. ആൽഫ റേസ് ടു ആൽഫ റേസ് ടു ഐ ഇപ്പുറത്തുണ്ട്, അപ്പുറത്ത് ആൽഫ റേസ് ടു ജെ. ഈ ആൽഫ റേസ് ടു മൈനസ് ഐ കൊണ്ട് നമ്മൾ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? a1 ഈക്വൽ ടു ആൽഫ റേസ് ടു ജെ മൈനസ് ഐ ഓഫ് a1 എന്ന് എഴുതാം. ഇംപ്ലൈസ് ആൽഫ റേസ് ടു എം ഓഫ് a1 ഈസ് ഈക്വൽ ടു a1. m ആണ് നമ്മുടെ j മൈനസ് ഐ എന്ന് പറയുന്നത്. ഓൾസോ am ഈസ് ഈക്വൽ ടു ആൽഫ റേസ് ടു m മൈനസ് 1 ഓഫ് a1. ഓക്കെ, ആൽഫ റേസ് ടു m ഓഫ് a1 ഈസ് ഈക്വൽ ടു a1 എന്ന് കിട്ടി. m എന്ന് പറഞ്ഞ ഈ j മൈനസ് നെ m എന്ന് നമ്മൾ വിളിച്ചതാണ്. ഇനി നമ്മൾ തൊട്ട് മേളിൽ പറഞ്ഞേക്കുന്നത് പോലെ നോക്കിയേ, നമ്മൾ ആൽഫ 2 ഈസ് ഈക്വൽ ടു ആൽഫ ഓഫ് a1 എന്ന് പറഞ്ഞു. ആൽഫ 3 എന്ന് പറയുന്നത് നമുക്ക് ആൽഫ സ്ക്വയർ ഓഫ് a1 എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം? ആൽഫ ഓക്കെ ഓൾസോ am is equal to alpha raised to m of ആൽഫ, ഈ am നെ നമ്മൾ am എന്ന് വിളിക്കാം. ആൽഫ റേസ് ടു m ഓഫ് a1 നെ am എന്ന് എടുക്കാം. കാരണം ഇവിടെ നമുക്ക് ഈ ആൽഫ റേസ് ടു ആൽഫ ഓഫ് a1 നെ is equal to ആൽഫ 2 അല്ലെങ്കിൽ a2. a1 ശേഷം അതിന്റെ ഇമേജ് നമുക്ക് a2 ആയിട്ട് കാണാം. പിന്നെ ഈ ആൽഫ 3 നെ നമുക്ക് a3 ആയിട്ട് കാണാം. ഇങ്ങനെ പോകുന്നു. അപ്പോ am എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ആൽഫ റേസ് ടു m മൈനസ് 1 ഓഫ് a1 നെ നമ്മൾ am ആയിട്ട് കാണുകയാണ്. We express this relationship among a1, a2, etc. am as. അപ്പൊ നമുക്കിപ്പോ ഈ ഓരോ പ്രാവശ്യവും കിട്ടിയത് എന്താണ്? ഈ ആൽഫ a1 ആൽഫ ഓഫ് a1 എന്ന് പറഞ്ഞാൽ a2 ആണ്. ആൽഫ സ്ക്വയർ ഓഫ് a1 a3 ആണ്. ഇങ്ങനെ പോയി ആൽഫ റേസ് ടു m മൈനസ് 1 ഓഫ് a1 ആണ് ഈ am എന്ന് പറയുന്നത്. പിന്നെ ഒന്നുകൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും a1 തന്നെയാണ് കിട്ടുന്നത്. We express this relationship among a1, a2, etc. am as alpha is equal to. ഇപ്പൊ കിട്ടിയ ഓരോന്നും a1 a1ന്റെ ഇമേജ് a2, a2ന്റെ ഇമേജ് a3, അങ്ങനെയാണല്ലോ കിട്ടിയത്. ഇതെല്ലാം ഇത്രയും കിട്ടിയ എല്ലാം കൂടെ ഒരു സൈക്കിൾ ആയിട്ട് എഴുതി a1, a2, etc. am. The 3 dots at the end. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇട്ട് പോയേക്കും. The 3 dots at the end indicate the possibility that we may not have exhausted the set A in this process. In such a case, we merely choose any element b1 of A not appearing in the first cycle and proceed to create a new cycle as before. ഇപ്പൊ എന്താ ചെയ്തതെന്ന് അറിയാം? നമ്മുടെ പെർമ്യൂട്ടേഷനകത്ത് നമ്മൾ ഒരു എലമെന്റിനകത്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഇമേജ് നോക്കി, ഇമേജിന്റെ ഇമേജ് ഇങ്ങനെ നോക്കി നമ്മൾ വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ എത്തുന്ന രീതിയിൽ ഒരു സൈക്കിൾ കിട്ടി. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഈ എഴുതിയതിനകത്തിലെ മുഴുവനും കിട്ടണമെന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ 1 2 up to n വരെ ഉള്ളതിനകത്ത് നമ്മുടെ കയ്യിലുള്ള പെർമ്യൂട്ടേഷൻ 1 2ലേക്ക് 1ന്റെ ഇമേജ് 2, 2ന്റെ ഇമേജ് 3 വീണ്ടും 1ലേക്ക് എടുക്കുക. അപ്പൊ നമ്മൾ ഇവിടെ സൈക്കിള് ഈ രീതിയിൽ നമ്മളിപ്പോ പറയുന്ന രീതിയിൽ നമ്മൾ എങ്ങനെ എഴുതാം? 1 2 3 എന്ന് പറഞ്ഞ ഒരു സൈക്കിളിൽ ഇടും.
ഇപ്പൊ 1 2 3 ഒരു സൈക്കിൾ ഇട്ടാലും ബാക്കി എലമെന്റ്സ് ഇനിയും കിടപ്പുണ്ട്. കാരണം n എലമെന്റ്സ് ആണ് നമ്മുടെ സെറ്റിനകത്തുള്ളത്. അപ്പൊ ബാക്കിയുള്ളതിനകത്ത് നിന്ന് ഇനി ഇവിടെ ഫസ്റ്റ് സൈക്കിളിൽ എഴുതാത്ത ഒരു എലമെന്റിനെ വീണ്ടും ചൂസ് ചെയ്യുന്നു. അതാണ് B1. Not appearing in the first cycle and proceed to create a new cycle as before. അപ്പൊ നേരത്തെ പോലെ തന്നെ B2 is equal to alpha f B1, B3 is equal to alpha square of B1. ഇങ്ങനെ നമ്മൾ നേരത്തെ പോലെ തന്നെ B1ന്റെ ഇമേജ് അതിന്റെ ഇമേജിന്റെ ഇമേജ് ഇങ്ങനെ നോക്കി വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ എത്തുന്ന രീതിയിൽ ഒരു സൈക്കിൾ കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് വി ലെറ്റ് B2 is equal to alpha ഇങ്ങനെ പോകുന്നു until we reach B1 is equal to alpha raised to k of B1 for some k ആവുന്ന രീതിയിൽ നമ്മൾ നോക്കി. This new cycle will have no elements in common with the previously constructed cycle. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ സൈക്കിളിനും തൊട്ട് മുമ്പ് എഴുതിയ സൈക്കിളിനും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഒന്നും ഇല്ല എന്നാ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. ഫോർ ഇഫ് സോ അങ്ങനെയാണെങ്കിൽ ആൽഫ റൈസ് ടു ഐ ഓഫ് A1 ഉം ഇപ്പൊ പറഞ്ഞ ആൽഫ റൈസ് ടു ജെ ഓഫ് B1 ഉം ഈക്വൽ ആവണമല്ലോ. നേരത്തെ സൈക്കിൾസിലെ എലമെന്റ്സിന്റെ ഫോം എന്ന് പറഞ്ഞാൽ ആൽഫ റൈസ് ടു ഒരു പവർ ഓഫ് A1 എന്ന് നമ്മൾ എഴുതിയായിരുന്നു. ഇപ്പോഴത്തെ സൈക്കിളിനകത്തിലേത് ഇതേപോലെ ആൽഫയുടെ ഒരു പവർ ഓഫ് B1 ആണ്. ഇത് രണ്ടും എവിടെയെങ്കിലും ഒരിടത്ത് ഈക്വൽ വരുമല്ലോ ഫോർ സം I and j. ബട്ട് ദെൻ ആൽഫ റൈസ് ടു I മൈനസ് j ഓഫ് A1 എന്ന് പറയുന്നത് നമുക്ക് B1 എന്ന് കിട്ടും അല്ലേ. ആൻഡ് therefore B1 is അപ്പൊ ആൽഫ റൈസ് ടു I മൈനസ് j ഓഫ് A1 ഈക്വൽ ടു B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ റൈസ് ടു I മൈനസ് j ഓഫ് A1 എന്ന് പറഞ്ഞാൽ ഏതോ ഒരു A1 മുതൽ AM വരെ ഉള്ളതിനകത്തിൽ ഏതോ ഒരെണ്ണമാണ് അല്ലെ. കാരണം നമ്മുടെ ഇവിടെ ഞാൻ എഴുതിയെടുത്ത് ആൽഫ A2 A3 എന്നായിരുന്നു ഇവിടെ എഴുതേണ്ടത്. അതാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നത്. A2 is equal to alpha f A1, A3 is equal to alpha square of A1. ഇങ്ങനെ പോയി നമുക്ക് AM വരെയുള്ളത് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ A1ന്റെ ഫുൾ ഇമേജസ് ആണ് ഈ A1 കണക്ട് ചെയ്തിട്ടുള്ള സൈക്കിളിലെ A1 ഉള്ള സൈക്കിളിലെ ആൾക്കാരാണ് ഇത്രയും. അപ്പൊ ആൽഫ റൈസ് ടു I minus j of A1 is equal to B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ റൈസ് ടു I minus j of A1 എന്ന് പറഞ്ഞാൽ ഈ A1 മുതൽ AM വരെയുള്ള ഏതോ ഒരു എലമെന്റ് ആണ്. അതിനെ നമ്മൾ AT എന്ന് വിളിക്കുന്നു. അതിന്റെ അർത്ഥം B1 is equal to AT for some t എന്നാണ്. ഇപ്പൊ നമുക്ക് കിട്ടിയ ആൽഫ റൈസ് ടു I minus j of A1 is equal to B1 എന്ന് പറയുന്നതിന്റെ മീനിങ്. This contradicts the way B1 was chosen. ഇത് ഒരു കോൺട്രഡിക്ഷൻ ആണ്. കാരണം നമ്മൾ B1 എങ്ങനെയാണ് ചൂസ് ചെയ്തത്? B1 ചൂസ് ചെയ്തത് നമ്മുടെ ഫസ്റ്റ് കിട്ടിയ സൈക്കിളിനകത്ത് ഇല്ലാത്ത ഒരു എലമെന്റ് ആണ് നമ്മുടെ B1. ഓക്കെ, ഇപ്പോ അതിന്റെ അർത്ഥം അപ്പോ കോൺട്രഡിക്ഷൻ കിട്ടി. സോ ആദ്യം കിട്ടിയ സൈക്കിളും ഇപ്പോ കിട്ടിയ സൈക്കിളും ഡിസ്ജോയിന്റ് ആണ്. Contradicts the way B1 was chosen. Continuing this process until we run out of elements of A. അപ്പൊ ഇത് ഇങ്ങനെ പോയിട്ടേ ഇതേ പ്രോസസ് ഇനി റിപ്പീറ്റ് ചെയ്യും. അതായത് B1ന്റെ ഒരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഇപ്പോഴും നമുക്ക് എയിലെ ഫുൾ എലമെന്റ്സും കിട്ടിയിട്ടില്ല എങ്കിൽ, അതായത് എയിലുള്ള എല്ലാ സൈക്കിളും എല്ലാത്തിനെയും നമ്മൾ ഏതാണ് ഇമേജ് എന്ന് നമുക്ക് നോക്കണം. ഇമേജസ് അതായത് സൈക്കിൾസ് ഇനിയും എടുക്കാൻ സൈക്കിൾസ് ഇനിയും ബാക്കി കിടപ്പുണ്ടെങ്കിൽ നമ്മൾ അത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. അറ്റ്ലാസ്റ്റ് എല്ലാം ഇതിനകത്ത് വരണം. ഫുൾ സൈക്കിൾസും നമ്മൾ ഇവിടെ എഴുതുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരണം. അപ്പൊ ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. A1ന്റെ സൈക്കിളും B1ന്റെ സൈക്കിളും ഇല്ലാത്ത ഒരാളിനെയും എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇതേപോലെ നമുക്ക് എന്താണെന്നറിയോ നമ്മൾ സൈക്കിൾസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ പോകും. വീണ്ടും നമുക്ക് അടുത്ത ഒരു കുറെ സൈക്കിൾസ് കിട്ടും. C1 C1 C2 etc. Cs. In this way we see that every permutation can be written as a product of disjoint cycles. അപ്പൊ ഈ രീതിയിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതിലൊന്നും കോമൺ അല്ല. കോമൺ എന്ന് വെച്ചാൽ കോമൺ എലമെന്റ്സ് ഒന്നും വരത്തില്ല. എല്ലാം ഡിസ്ജോയിന്റ് ആണ്. ഡിസ്ജോയിന്റ് അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് കിട്ടിയ പോലെ ഒരു കോൺട്രഡിക്ഷൻ വരും. സോ അപ്പൊ നമുക്ക് എന്തായി, നമുക്ക് ഒരു പെർമ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിസ്ജോയിന്റ് സൈക്കിൾസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ ഈ തിയറത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അഭിമന്യു ഡൗട്ട് ഉണ്ടോ? അവസാനിക്കുന്നുണ്ടോ?
Okay, next theorem 5.2, disjoint cycles commute. അപ്പം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പെർമ്യൂട്ടേഷൻസ് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. പെർമ്യൂട്ടേഷൻസ് അതിന്റെ കുറച്ച് എക്സാമ്പിൾസും നമ്മുടെ മനസ്സിലില്ലെങ്കിൽ നമുക്കിത് ഞാൻ പറയുന്നത് ക്ലിയർ ആവത്തില്ല. ഇനി അങ്ങോട്ട് നിങ്ങൾ എല്ലാത്തിലും വായിച്ചിട്ടേ ഇരിക്കാവുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഒന്നും ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് നമ്മൾ പോകൊണ്ടിരിക്കും. തിയറം 5.2, disjoint cycles commute. If the pair of cycles alpha is equal to a1 to the a and beta is equal to beta, sorry b1 beta is equal to bn, have no elements in common, then alpha beta is equal to beta alpha. അപ്പോൾ നമുക്ക് രണ്ട് സൈക്കിൾസ് ഉണ്ട്. a1 to the a ഉണ്ട്, b1 beta to the bn ഉണ്ട്. അതിന് കോമൺ എൻട്രീസ് ഒന്നും ഇല്ലെങ്കിൽ ആൽഫ ബീറ്റ is equal to ബീറ്റ ആൽഫ കമ്മ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു തിയറം പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 1 2 എന്ന് പറയുന്ന ഒരു സൈക്കിൾ, 3 4 എന്ന് പറയുന്ന മറ്റൊരു സൈക്കിൾ. അപ്പോൾ 1 2 into 3 4 ചെയ്താലും 3 4 into 1 2 ചെയ്താലും സെയിം ആയിരിക്കും. Proof for definiteness, let us say that alpha and beta are permutations of the set. അപ്പോൾ നമ്മൾ ആൽഫയും ബീറ്റയും പെർമ്യൂട്ടേഷൻസ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു സെറ്റ് ഉണ്ടെങ്കിലാണ് പറയാൻ എളുപ്പം ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ഒരു സെറ്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. a1 a2 b1 b2 bn c1 c2 ck. ഇതാണ് നമ്മുടെ ഫൈനൈറ്റ് സെറ്റ്. whereas these are the members of S left fixed by both alpha and beta. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന സെറ്റിന്റെ പെർമ്യൂട്ടേഷൻസ് ആണ് ഈ ആൽഫയും ബീറ്റയും. ഓക്കെ, ഈ സികളുടെ പ്രത്യേകത എന്താണെന്നറിയോ? സികൾ നമ്മളുടെ ആൽഫയും ബീറ്റയും ഫിക്സ് ചെയ്യുന്ന ആളുകളാണ്. ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 5 തന്നെ മാപ്പ് ചെയ്യുകയാണെങ്കിൽ 5 ഫിക്സ്ഡ് ബൈ ആൽഫ. ആൽഫ എന്ന് പറഞ്ഞ പെർമ്യൂട്ടേഷനിൽ 5 ലേക്കാണ് മാപ്പ് ചെയ്യുന്നത് എങ്കിൽ 5 ആൽഫ ഫിക്സ് ചെയ്യുന്നു നമ്മൾ പറയും. ഇപ്പൊ 3 തന്നെ മാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഫിക്സ്ഡ് ബൈ ആൽഫ അല്ലെങ്കിൽ ഫിക്സ്ഡ് ബൈ ബീറ്റ എന്ന് പറയും. അപ്പൊ അതാണ് ആൽഫ. ഈ ഓരോ സികളും ആൽഫയിലും ബീറ്റയിലും ഇതിന്റെ ഇമേജ് അത് തന്നെയാണ്. C1 ഓഫ് സോറി ആൽഫ ഓഫ് C1 തന്നെ, ആൽഫ ഓഫ് C2 തന്നെ. അതാണ് ഒരു പെർമ്യൂട്ടേഷൻ എടുക്കുമ്പോൾ അങ്ങനത്തെ ഫിക്സ്ഡ് ആയിട്ടുള്ള എലമെന്റ്സ് വരാം. എല്ലാ പോസിബിലിറ്റി നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട്. there may not be any CC. പിന്നെ ഇങ്ങനെയാവാം, ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ടല്ലാത്ത ആൾക്കാരും ഉണ്ടാവാം. To prove that alpha beta is equal to beta alpha, അതാണല്ലോ നമുക്ക് കാണിക്കേണ്ടത്. We must show that alpha beta is equal to beta alpha x for all x in S. അപ്പോൾ alpha beta is equal to beta alpha എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്നത് രണ്ട് പെർമ്യൂട്ടേഷൻ പറയുന്നത്, പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്. ആൽഫയും ബീറ്റയും ഫംഗ്ഷൻസ് ആണ്. ഈ പർട്ടിക്കുലർ ഫംഗ്ഷൻ ഒരു പെർമ്യൂട്ടേഷൻ ആണ്. അപ്പൊ ഫംഗ്ഷൻ ആയിട്ട് മാത്രം കണ്ടാൽ ആൽഫയും ബീറ്റയും ഫംഗ്ഷൻസ് ആണ്. അപ്പൊ രണ്ട് അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഫംഗ്ഷൻ ആണ്. ആൽഫ ബീറ്റ ഒരു ഫംഗ്ഷൻ ആണ്, ബീറ്റ ആൽഫ ഒരു ഫംഗ്ഷൻ ആണ്. ഈ രണ്ട് ഫംഗ്ഷൻസ് ഈക്വൽ ആണെന്ന് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും അതിന് സെയിം ഇമേജ് ആയിരിക്കണം എന്നാണല്ലോ. സോ നമ്മൾ കാണിക്കേണ്ടത് ആൽഫ ബീറ്റ ഓഫ് x is equal to beta alpha of x for all x in S എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. if x is one of the a elements, പിന്നെ നമ്മൾ എകളെയും ബികളെയും സികളെയും പ്രത്യേകമായിട്ട് നോക്കിയാണ് കാണുന്നത്. if x is one of the a elements, x എന്ന് പറയുന്നത് one of the a elements ആണെങ്കിൽ then alpha beta of ai is equal to alpha of ഒരു a1 a നെ അങ്ങോട്ട് കൊടുക്കുകയാണ്. ആൽഫ ഓഫ് ബീറ്റ ഓഫ് ai is equal to ബീറ്റ ഓഫ് ai എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ai തന്നെ. കാരണം ഇത് ഞാൻ എന്തോ വിട്ടുപോയെന്ന് തോന്നുന്നു. ai-കളെല്ലാം ബീറ്റ ഫിക്സ് ചെയ്യുന്നു, bi-കളെല്ലാം ആൽഫ ഫിക്സ് ചെയ്യുന്നു എന്നായിരുന്നു തോന്നുന്നത്. അതിൽ ഞാൻ എഴുതാൻ വിട്ടുപോയല്ലോ. ആൽഫ ബീറ്റ ബീറ്റ ആൽഫ. ഓക്കെ, സെക്കൻഡ് ഞാനൊന്ന് ടെക്സ്റ്റ് എടുക്കട്ടെ.
ഓക്കെ അത് എഴുതേണ്ട ആവശ്യമില്ല, കാരണം അത് എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു, കാരണം അത് പെർമ്യൂട്ടേഷൻ കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്. എന്താണെന്നറിയോ, നമ്മുടെ ആൽഫയും ബീറ്റയും തന്നിട്ടുണ്ടല്ലോ സ്റ്റേറ്റ്മെന്റിനകത്ത് A1 to extreme അതാണ് നമ്മുടെ ആൽഫ, അതേപോലെ ബീറ്റ എന്ന് പറയുന്നത് B1 to extra BN ആണ്. ഈ രണ്ട് പെർമ്യൂട്ടേഷൻസ് ഇപ്പം നമ്മള് പെർമ്യൂട്ടേഷൻസ് പഠിക്കുമ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു പെർമ്യൂട്ടേഷൻ ഒരു സൈക്കിളായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതില് ഏതെങ്കിലും ഒരു എലമെന്റ് വന്നിട്ടില്ല എങ്കിൽ നമ്മുടെ സെറ്റിനകത്ത് കുറെ എലമെന്റ്സ് ഉണ്ട്, പക്ഷെ ചില എലമെന്റ്സ് ഒന്നും നമ്മൾ ഈ പെർമ്യൂട്ടേഷനെ സൈക്കിളായിട്ട് റെപ്രസെന്റ് ചെയ്തപ്പോൾ വന്നിട്ടില്ല, ഒരൊറ്റ സൈക്കിളായിട്ട് കാണിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു പെർമ്യൂട്ടേഷൻ ഉണ്ട്, അതിൽ ചില എലമെന്റ്സ് ഒന്നും നമ്മുടെ സെറ്റിനകത്ത് ചില എലമെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെർമ്യൂട്ടേഷൻ അതിനെ ഫിക്സ് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലമെന്റ്സിന്റെ ഇമേജ് അത് തന്നെയാണ്, അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, നമ്മുടെ എസ് എന്ന് പറയുന്ന സെറ്റ് A1 to AM കഴിഞ്ഞിട്ട് B1 to BN, ഇതെല്ലാം നമ്മൾ ഈ ആൽഫയും ബീറ്റയും ചേർത്തുണ്ടാക്കിയതാണ്. ആൽഫയ്ക്കകത്ത് ഇത്രയുണ്ട്, നമ്മുടെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ആൽഫയും ബീറ്റയും നമ്മുടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് ചേർന്ന് നമ്മള് A1 to AM എഴുതി, B1 to BN എഴുതി. ഇതിനകത്ത് വരാത്ത കുറെ എലമെന്റ്സ് ഉണ്ടാവും, വരാത്ത കുറെ എലമെന്റ്സിന്റെ പ്രത്യേകത രണ്ടും ഫിക്സ് ചെയ്യുന്ന എലമെന്റ്സ് ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളത് ഉണ്ടാകാതിരിക്കാം, ആ ഒരു പോസിബിലിറ്റി തള്ളി കളയാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ C1 C2 CK എടുത്തത്. അപ്പോ ഇനി ഒരു കാര്യം നോക്കിയാൽ മനസ്സിലാവും, ആൽഫയുടെ ആ ഒരു സൈക്ലിക് റെപ്രസെന്റേഷനിൽ ബികളില്ല. സോ ആൽഫ ബികളെ ഫിക്സ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ ബീറ്റയുടെ ഈ റെപ്രസെന്റേഷനകത്ത് എകളൊന്നുമില്ല, അതിന്റെ അർത്ഥം ബീറ്റ എകളെല്ലാം ഫിക്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ A1ന്റെ ഇമേജ് ബീറ്റയിൽ A1 തന്നെയാണ്, A2ന്റെ ഇമേജ് ബീറ്റയിൽ A2 തന്നെയാണ്. തിരിച്ച് ആൽഫയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ B1ന്റെ ഇമേജ് B1 തന്നെ, B2ന്റെ ഇമേജ് B2 തന്നെ. അതറിയണം. If X is one of the A elements, say AI, A elements ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ then alpha beta of AI is equal to alpha I of beta of AI equal to, ഇങ്ങനെയാണല്ലോ നമ്മൾ ഫംഗ്ഷനകത്തോട്ട് ഒരു എലമെന്റ് കൊടുക്കുന്നത്, ഈക്വൽ ടു ബീറ്റ ഓഫ് എ ഐ എന്ന് പറഞ്ഞാൽ ബീറ്റ എകളെ എല്ലാം ബീറ്റ നമ്മുടെ ഫിക്സ് ചെയ്യുന്നതാണ്. സോ നമുക്ക് ആൽഫ ഓഫ് ബീറ്റ ഓഫ് എ ഐ തന്നെയാണ് എ എഴുതുന്നു. ഇനി ആൽഫ ഓഫ് എ ഐ എന്താ, സൈക്കിൾ നൊട്ടേഷനില് എഴുതുമ്പോൾ A1ന്റെ ഇമേജ് A2, A2ന്റെ ഇമേജ് A3, അങ്ങനെയാണ് നമ്മൾ സൈക്കിൾ എഴുതുമ്പോൾ അതിന്റെ അർത്ഥം. അപ്പൊ ആൽഫ ഓഫ് എ ഐയുടെ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, AI+1 ആണ്. സിൻസ് ബീറ്റ ഫിക്സസ് ഓൾ A എലമെന്റ്സ്, കാരണം എന്താ, A ഒന്നും അതിനകത്തില്ല. For the same reason, beta alpha of AI is equal to beta of alpha of for the same reason beta alpha of AI is equal to beta of alpha of AI is equal to നമുക്ക് equal to beta of alpha of AI എന്നാണ് AI+1 ആണ്. ഇനി വീണ്ടും ബീറ്റ എകളെല്ലാം ഫിക്സ് ചെയ്യുന്നു, നമുക്ക് AI+1 കിട്ടും. തൊട്ട് മുമ്പ് കിട്ടിയത് രണ്ട് സെയിം തന്നെ അല്ലേ, ആൽഫ ബീറ്റ ഓഫ് AI is equal to AI+1, ബീറ്റ ആൽഫ ഓഫ് AI is equal to AI+1. Hence the functions of alpha, beta and beta alpha agree on the A elements. അപ്പോൾ എന്ത് മനസ്സിലായി, AI-കളെ നോക്കിക്കഴിഞ്ഞാൽ AI-കളിൽ ആൽഫ ബീറ്റയും ബീറ്റ ആൽഫയും സെയിം ആണ്, കാരണം ഇമേജ് സെയിം ആണ്, ഫംഗ്ഷന്റെ ഇമേജ് സെയിം ആണ്. A similar argument shows that, ഇനി ഇതേപോലെ തന്നെ നമ്മൾ ബികൾ എടുത്താലും നമുക്ക് സിമിലർ ആയിട്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് രണ്ടും ഇമേജ് സെയിം ആണെന്ന് കിട്ടും. അത് പ്രൂവ് ചെയ്യുന്നില്ല. A similar argument shows that alpha beta and beta alpha agree on the B elements as well. Finally, suppose that X is a C element, say C1. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇനി സിയുടെ ആണല്ലോ നമുക്ക് അറിയേണ്ടത്, അത് ഏറ്റവും എളുപ്പമാണ്. Then since both alpha and beta fix C element, fix C elements എന്നാണ്, C element എന്നോ ആണ്, we have alpha beta of Ci is equal to alpha of beta of Ci is equal to alpha of beta of Ci എന്നാണ്, Ci തന്നെ, കാരണം ബീറ്റ ഫിക്സസ് C ഈക്വൽ ടു ആൽഫയും സീനെ ഫിക്സ് ചെയ്തു Ci കിട്ടും. തിരിച്ചും ഇതേപോലെ തന്നെ ബീറ്റ ആൽഫ ഓഫ് Ci is equal to ബീറ്റ ഓഫ് ആൽഫ ഓഫ് Ci is equal to ആൽഫ സീനെ ഫിക്സ് ചെയ്യും, ബീറ്റ സീനെ ഫിക്സ് ചെയ്യും, ലാസ്റ്റ് Ci കിട്ടും. ഓക്കെ, അപ്പോൾ എയിലും ബിയിലും സിയിലും എല്ലാം നമ്മുടെ പെർമ്യൂട്ടേഷൻസിന്റെ ആൽഫ ബീറ്റയും ബീറ്റ ആൽഫയും സെയിം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ആൽഫ ബീറ്റ ഈക്വൽ ടു ബീറ്റ ആൽഫ ആണ്. അപ്പോൾ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്തത്, ഡിസ്ജോയിന്റ് സൈക്കിൾസ് കമ്മ്യൂട്ട്സ്. This completes the proof. അപ്പോൾ നമ്മുടെ ഇതുണ്ടല്ലോ, അതുകൊണ്ട് ഒരു എക്സാമ്പിൾ ഇവിടെ, ഒരു പെർമ്യൂട്ടേഷന്റെ സൈക്ലിക് റെപ്രസെന്റേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്.
ആ സൈക്ലിക് റെപ്രസെന്റേഷനെ ഡിസ്ജോയിന്റ് സൈക്കിൾ ആയിട്ട് നമ്മൾ രണ്ടാമത് എഴുതിയിരിക്കുന്നത് ഡിസ്ജോയിന്റ് സൈക്കിൾ ആയിട്ടാണ്. ആദ്യം എഴുതിയിരിക്കുന്നത് ഡിസ്ജോയിന്റ് അല്ല. കാരണം എന്താ നോക്കിക്കേ, ഇതിനകത്ത് പല എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 5 വന്നിട്ടുണ്ട്, അങ്ങനെ പലതും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ഡിസ്ജോയിന്റ് സൈക്കിൾ റെപ്രസെന്റേഷൻ അല്ല. അപ്പൊ ഇതിന്റെ ഒരു ഡിസ്ജോയിന്റ് സൈക്കിൾ റെപ്രസെന്റേഷൻ ആണ് ഈക്വൽ ടു സൈനിന് ശേഷം, ഈക്വൽ സിമ്പിൾസിന് ശേഷം കൊടുത്തിരിക്കുന്ന അതിന്റെ ഒരു ഡിസ്ജോയിന്റ് സൈക്കിൾ. അത് എങ്ങനെ എഴുതുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമേ 1 തുടങ്ങാം. അതാണല്ലോ നമ്മുടെ ഒരു കൺവെൻഷണൽ രീതി വെച്ചിട്ട് 1 തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഇല്ല, അങ്ങനെ വേണമെന്നില്ല, ഞാൻ 1 സ്റ്റാർട്ട് ചെയ്യുന്നു. 1 ആദ്യം എഴുതി. 1 എഴുതിയിട്ട് നമ്മളെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മുടെ ടെക്സ്റ്റിൽ ഈ പെർമ്യൂട്ടേഷന്റെ മൾട്ടിപ്ലിക്കേഷൻസ് കാണിച്ചിരിക്കുന്നത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചെയ്യാൻ ഒരു കാര്യം നമുക്കറിയാമല്ലോ. നമ്മളൊരു ഫംഗ്ഷനകത്ത് എഫ് ഓഫ് ജി ഓഫ് എക്സ്, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ്, അത് നമ്മൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ആദ്യം എക്സ് ആരെടുത്തോട്ടാണ് പോകുന്നത്? ജിന്റെ അടുത്തോട്ടല്ലേ പോകുന്നത്, എഫ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പൊ ജി ഓഫ് എക്സിന്റെ ഇമേജ് കണ്ടിട്ട് പിന്നാണ് നമ്മൾ എഫിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സിനകത്ത് എക്സ് ആദ്യം ജിയുടെ അടുത്തേക്ക് വന്നു, അതിന്റെ ഇമേജ് കണ്ടിട്ട് പിന്നെ എഫിന്റെ അടുത്ത്, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. അപ്പൊ ആ ഒരു രീതി വെച്ചിട്ടാണ് ഇത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇമേജ് നമ്മൾ അങ്ങനെയാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ 1 ആദ്യം എഴുതി, സൈക്കിളിനകത്ത് 1 എഴുതിയിട്ട് അങ്ങേയറ്റം നോക്കാം. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അങ്ങേയറ്റം നമ്മൾ 1 നോക്കുന്നു. 1ന്റെ ഇമേജ് അങ്ങേയറ്റത്ത് ഒരു 1 സൈക്കിളാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഈ 1 ഇല്ല. 1 ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 1 എന്താണ്, ഫിക്സ്ഡ് ആണ്. 1ന്റെ ഇമേജ് 1 തന്നെ. പിന്നെ ഇനി 1ന്റെ ഇമേജ് 1 തന്നെ, രണ്ടാമത്തേനകത്ത് 1ന്റെ ഇമേജ് 1 തന്നെ. ഇവിടെ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ 1ന്റെ ഇമേജ് 2, 1ന്റെ ഇമേജ് 2. ഇനി അടുത്തതിൽ നമ്മൾ നോക്കട്ടെ 2ന്റെ ഇമേജ്. നമ്മൾ പെർമ്യൂട്ടേഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അങ്ങനല്ലേ, 1ന്റെ ഇമേജ് 2, പിന്നെ 2ന്റെ ഇമേജ്, അങ്ങനെയാണല്ലോ നോക്കട്ടെ. അപ്പൊ 1ന്റെ ഇമേജ് ഇവിടെ 2 ആണ്, ഇപ്പുറത്തെ 2 ഫിക്സ്ഡ് ആണ്, ഇപ്പുറത്തെ 2 ഫിക്സ്ഡ് ആണ്, ഇപ്പുറത്ത് വന്ന 2 മാപ്ഡ് ടു 7 ആണ് അല്ലെ, 2 മാപ്ഡ് ടു 7 ആണ്. കാരണം 2 7 എന്ന് പറയുന്ന സൈക്കിൾ 2 7ലേക്കും 7 2ലേക്കും മാപ്പ് ചെയ്യുന്നത്. അപ്പൊ 2 മാപ്ഡ് ടു 7 ആണ് ഇവിടെ. ഇനി അടുത്ത 7ന്റെ ഇമേജ് നോക്കാം. ഇവിടെ 7 ഫിക്സ്ഡ് ആണ്. സോ 1ന് ശേഷം ഇപ്പൊ എന്താണ് കിട്ടിയിരിക്കുന്നത്? ലാസ്റ്റ് കിട്ടിയത് എന്താ? 7. നെക്സ്റ്റ് 7 എവിടേക്ക് മാപ്പ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കണം. അങ്ങേയറ്റത്ത് 7 7ലേക്ക് തന്നെ, കാരണം അവിടെ 7 ഇല്ല. ഇവിടെ 7 7ലേക്ക്. 7 എന്ന് പറയുന്നത് ഇവിടെ 1ലേക്കാണ്. കാരണം 1 2 3 7 എന്ന് പറയുന്ന സൈക്കിളിന്റെ പ്രത്യേകത 1 2ലേക്ക്, 2ന്റെ താഴെ 3, 3ന്റെ താഴെ 7, 7ന്റെ താഴെ 1. ഓക്കെ, അപ്പോ 7ന്റെ താഴെ നമ്മൾ നോക്കുന്നത്. ഇവിടെ 7ന്റെ താഴെ 1 ആണ്, ഇപ്പുറത്തെ 1ന്റെ താഴെ ഒന്നുമില്ല, അതായത് 1 ഫിക്സ്ഡ്. 7ന്റെ താഴെ 1 കിട്ടി, 1 ഫിക്സ്ഡ്, 1 ഫിക്സ്ഡ്. അങ്ങേറ്റത് 1 3ലേക്ക്. അപ്പൊ ഇവിടെ 3 കിട്ടുന്നു. നെക്സ്റ്റ് 3യുടെ ഇമേജ് ആണ് അടുത്ത എഴുതേണ്ടത്. അതായത് ഇങ്ങനെ സൈക്കിളായിട്ട് വരുമ്പോഴേ നമുക്ക് ഏതിലേക്ക് അതിന് ശേഷം ഏതിലേക്ക്. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പെർമ്യൂട്ടേഷനായിട്ട് എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എഴുതേണ്ടി വരും. അതായത് ഇതിനകത്തില് ഒരു 8 എലമെന്റ്സേ കാണുന്നുള്ളൂ. അപ്പൊ 8 എലമെന്റ്സിൻ്റെത് ഒരു വലിയ പെർമ്യൂട്ടേഷൻ ഓരോ സൈക്കിളിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിൽ നല്ലത് ഇത് പഠിക്കുന്നതാണ്. അപ്പോ 3 വരെ കിട്ടി. നെക്സ്റ്റ് 3 ഏതിലേക്ക് മാപ്പ് ചെയ്യുന്നത് നോക്കാം. അങ്ങേയറ്റത്ത് 3 ഇവിടെ ഫിക്സ്ഡ് ആണ്. 3 3ലേക്ക്, 3 3ലേക്ക്, 3 7ലേക്ക്. നെക്സ്റ്റ് ഇപ്പുറത്ത് 7 7ലേക്ക്, 7 7ലേക്ക്, 7 2ലേക്ക്, ഇവിടെ 2 2ലേക്ക്. ഓക്കെ, ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് കിട്ടിയ എന്താണ്? 2. ഇനി 2 ഏതിലേക്ക് മാപ്പ് ചെയ്യുന്നത് നോക്കാം. 2 2 2ലേക്ക്, 2 2ലേക്ക്, 2 3ലേക്ക്, 3 3ലേക്ക്, 3 3ലേക്ക്, 3 3ലേക്ക്, 3 1ലേക്ക്. അപ്പൊ ലാസ്റ്റ് എവിടെ കിട്ടിയത്? 1. അപ്പൊ 2 വീണ്ടും 1ലെത്തി. അപ്പൊ നമ്മുടെ സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഇത്ര എഴുതിയാലും ഇനി എലമെന്റ്സ് ഉണ്ടല്ലോ, ഇനി എലമെന്റ്സ് കിടപ്പുണ്ട്. അപ്പൊ അതിൽ ഒരെണ്ണമാണ് 4. 1 2 3 വരെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത 4 വന്നിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് 4 അടുത്ത സൈക്കിളിൽ 4 സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇല്ലാത്ത ഒരെണ്ണത്തിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. 4ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻക്രീസിങ് ഓർഡറിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. 7 ഇവിടെ വന്നു പോയത് കുഴപ്പമില്ല. 1ഉം 2ഉം 3ഉം വന്നിട്ടുണ്ട്. അടുത്ത 4 വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 4 ഇവിടെ എഴുതുന്നു. 4 എഴുതിയിട്ട് ഇനി 4ന്റെ ഇമേജ് അറിയണം. അങ്ങേറ്റത്തോട്ട് പോവാം. 4 4ലേക്ക്, 4 8ലേക്ക്, ഇനി 8 8ലേക്ക്, 8 8ലേക്ക്, 8 8ലേക്ക്, 8 8 8. ഓക്കെ, ഇപ്പോ 4 8ലേക്കാണ്. അപ്പൊ 4ന് ശേഷം ഞാൻ 8 എഴുതി. നെക്സ്റ്റ് ഇനി 8ന്റെ എന്താണെന്ന് അറിയണം. 8 ഏതിലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു? അങ്ങേറ്റത്ത്
8 8ലേക്ക് 8 ഇവിടെ എന്താണ് 8ന്റെ താഴെ നമുക്ക് 8ന് താഴെ 6 ആ വന്നിരിക്കുന്നത്. കാരണം എന്താ 6 4 8 എന്ന് പറഞ്ഞ സൈക്കിൾ എന്താണ് 6ന്റെ താഴെ 4 4ന്റെ താഴെ 6 മാപ്ഡ് ടു 4 4 മാപ്ഡ് ടു 8 8 മാപ്ഡ് ടു 6. ഓക്കെ, അപ്പൊ ഇവിടെ 8 മാപ്ഡ് ടു 6 ആണ്. ഇനി ഇവിടെ 6 ഫിക്സ്ഡ് ഇവിടെ വരുമ്പോഴത്തേന് 6 മാപ്ഡ് ടു 4 വീണ്ടും നമുക്ക് കിട്ടും. ബാക്കി എല്ലാത്തിലും ഇനി ഈ 4ഉം ഫിക്സ്ഡ് ആണ്. സോ 8 വീണ്ടും 4ലേക്ക് തന്നെ. അപ്പൊ 4 8ന്റെ സൈക്കിൾ 4 8 മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് 4 എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് 5 ആണല്ലോ. അങ്ങേയറ്റത്ത് 5 മാപ്ഡ് ടു 5 ആണ് ഇവിടെ. 5 മാപ്ഡ് ടു 5 5 മാപ്ഡ് ടു 5 5 മാപ്ഡ് ടു 5 5 മാപ്ഡ് ടു 6. ഓക്കെ, ഇനിയുള്ളതിൽ രണ്ടിലും 6 ഫിക്സ്ഡ് ആണ്. അപ്പൊ 5ന് ശേഷം ഞാൻ 6 എഴുതി. ഇനി 6 എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നെന്ന് അറിയണം. അങ്ങേയറ്റത്ത് 6 ഇല്ല, 6 മാപ്ഡ് 6 ഫിക്സ്ഡ്. ഇവിടെ 6 മാപ്ഡ് ടു 4. ഇനി 4ന്റെ നോക്കാം. 4 ഇവിടെ ഇല്ല. 4 മാപ്ഡ് ടു 5. അടുത്തത് 5 5. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 6 5ലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വീണ്ടും ഈ സൈക്കിൾ നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി എല്ലാ എലമെന്റും വന്നില്ലേ? 1 2 3 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. അപ്പൊ എല്ലാ എലമെന്റ്സും വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഡിസ്ജോയിന്റ് സൈക്കിൾ ആണ്. ഇതിന്റെ ഡിസ്ജോയിന്റ് സൈക്കിൾ നൊട്ടേഷൻ ഇതാണ്. എല്ലാരും കേട്ടല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതില്? ഈശ്വര. ഓക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇതിലെ ഈ എക്സാമ്പിൾ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലാത്തവരെ ചാറ്റ് ബോക്സിൽ പേര് ടൈപ്പ് ചെയ്തിട്ട് പോയിക്കോ. ഡൗട്ട് ഇല്ലാത്തവർക്ക് പോവാം.